മാടായിപ്പാറയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ.കെ. വാസു. ദേവസ്വത്തിന് 600 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത് പലരും കയ്യേറി ഇന്ന് 300 ഏക്കർ മാത്രമാണ് ഉള്ളത്. നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. ജൈവവൈവിധ്യ കലവറയാണ് മാടായിപ്പാറ. ഒപ്പം ചരിത്രപരമായ ഒരുപാട് സവിശേഷതകളുള്ള ഭൂമി കൂടിയാണ്. 600 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത് ഇന്ന് 300 ഏക്കർ മാത്രമായി. അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ ദേവസ്വം നേരത്തെ കേസ് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ കേസ് നടക്കുന്നുമുണ്ട്. പല കേസുകൾക്കും അനുകൂല വിധി ഉണ്ടായിട്ടുണ്ട്. ബാക്കി കേസുകൾ കൂടി മുൻനിർത്തി ഡിജിറ്റൽ സർവേ വരാൻ പോവുകയാണ്. ഭൂമി ദേവസ്വത്തിൻ്റെതാണെന്ന ഹർജി സമർപ്പിക്കും. ഡിജിറ്റൽ സർവേ പൂർത്തിയായാൽ മാത്രമേ ഭൂമി സംബന്ധിച്ച അതിർത്തി അടയാളപ്പെടുത്തൽ നടക്കുകയുള്ളൂ. പരമാവധി ഭൂമി സംരക്ഷിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ.കെ. വാസു കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. മൊത്തത്തിൽ മാടായിപ്പാറ എന്ന് പറയുന്നത് ഭഗവതിയുടെ ഈ സ്ഥലത്തിന് 600 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. 600 ഏക്കർ ഭൂമി അതിലിപ്പോൾ കയ്യേറ്റക്കാരും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി ഒപ്പിച്ചിട്ട് ഇപ്പോൾ 300 ഏക്കറാണ് അവശേഷിക്കുന്നത്. ആ 300ലും ആൾക്കാർ ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ മാടായിക്കാവ് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം പ്രകൃതിയിലെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശമാണ്. അതുപോലെ തന്നെ ചരിത്രമായിട്ട് വളരെ ബന്ധമുണ്ട്. പഴയ മൂഷിക രാജവംശമൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ട് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടവും. അപ്പോൾ കയ്യേറ്റക്കാർ ഈ കയ്യേറ്റ ഭൂമി കൈവശം വെക്കുന്നവർക്കെതിരായിട്ട് ദേവസ്വം കേസ് കൊടുത്തിട്ടുണ്ട്. കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല കേസുകളും. അതിൽ ചില കേസുകൾ അനുകൂലമായിട്ട് വിധിയായത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കേസുകൾ ഏതെല്ലാം നോക്കി ഇപ്പോൾ ഡിജിറ്റൽ സർവേ ഇപ്പോൾ വരാൻ പോവുകയാണ്. നിലവിൽ ചില ആളുകൾ ബോധപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ദേവസ്വം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.